തൃശൂർ ചാലക്കുടിയിലെ ബാങ്ക് കൊള്ളയിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മോഷ്ടാവ് എറണാകുളം ജില്ല വിട്ടു പോയിട്ടുണ്ടാവില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ വിപുലമായ പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്നലെ സിനിമയെയൊക്കെ തോൽപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത്. ഇന്നിപ്പോൾ ഒരു പുതിയ അന്വേഷണ സംഘത്തിന് എത്രത്തോളം സാധ്യതയുണ്ട്? പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങൾ ഈ കവർച്ച നടത്തിയ ആളെ കുറിച്ച് എന്തൊക്കെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇന്നലെ കേരളത്തെ അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന രീതിയിലാണ് സൂചിപ്പിച്ച പോലെ സിനിമാ ശൈലിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ബാങ്ക് കവർച്ചയാണ് നടന്നത്. 2.5 മിനിറ്റ് മാത്രമാണ് ഈ ബാങ്ക് കവർച്ചയ്ക്ക് ഇയാൾ എടുത്തത് എന്നതാണ് പോലീസ് അതിൽ വ്യക്തമായി അടയാളപ്പെടുത്തുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അത് വളരെ പരിചിതനായ അല്ലെങ്കിൽ നിരീക്ഷിച്ച ശേഷം ഇത് ചെയ്ത ഒരാൾ എന്ന രീതിയിലാണ് നിലവിൽ പോലീസിൻ്റെ ഒരു അന്വേഷണം പോകുന്നത്. ഇന്നലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമായതിൽ ഇയാൾ അങ്കമാലി ഭാഗത്തേക്ക് എത്തി എന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ടാകാം എന്ന രീതിയിൽ തന്നെ പോലീസ് പരിശോധന നടത്തുന്നത്. കാരണം അപ്പോഴേക്കും തന്നെ ഇയാളെക്കുറിച്ച് ഒരു രൂപം അത്തരത്തിൽ രീതിയിലുള്ളൊരു പരിശോധനകൾ പോലീസ് വിപുലമാക്കിയിരുന്നു. അതുകൊണ്ട് അതിനും അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ളൊരു സാധ്യത കുറവാണ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് റോഡുകളെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തുകയും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചു. അതോടൊപ്പം തന്നെ ബസ്സിനകത്ത് ഇരുചക്ര വാഹനങ്ങളെല്ലാം തന്നെ ഈ സംശയമുള്ളത് പരിശോധിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ വിപുലമായ രീതിയിലുള്ള പോലീസിന്റെ പരിശോധനാ സംവിധാനങ്ങളിലേക്കെല്ലാം തന്നെ പോലീസ് അലർട്ടായിരുന്നു. പക്ഷേ ആ പ്രതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല. നിലവിൽ അങ്കമാലിയിലും അതോടൊപ്പം തന്നെ ആലുവ, പെരുമ്പാവൂർ മേഖലയിലും എല്ലാം തന്നെ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അതിൽ പോലീസ് ഇയാൾ ഹിന്ദിയാണ് കൂടുതൽ സംസാരിച്ചതെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും പറയുന്നു അതുകൊണ്ട് മാത്രം അയാൾ മലയാളി അല്ല എന്ന് നമുക്ക് പറയാനാകില്ല എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇയാളുടെ ഈ അങ്കമാലി ഭാഗത്തേക്കുള്ള ഒരു വരവും ആലുവ, പെരുമ്പാവൂർ ആ ഒരു ബെൽറ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും എല്ലാം വെച്ച് തന്നെയാണ് പോലീസ് ഇവിടെ ഈ മേഖലകളെല്ലാം വലിയ രീതിയിൽ പരിശോധന നടത്തുന്നത്. ഈ പോലീസ് ഇതിൽ വ്യക്തമായിട്ട് വിലയിരുത്തുന്നത് കൃത്യമായ കാര്യങ്ങൾ പഠിച്ച ശേഷം ഒരാൾ എത്തി എന്ന് തന്നെയാണ്. കാരണം അത് അവിടെയുള്ള പുറത്തുള്ള CCTV ക്യാമറകൾ അവിടെ അധികമൊന്നും CCTV ക്യാമറകൾ ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ പഠിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് ഒരു ലഞ്ച് സമയം, ആ ഒരു ബ്രേക്ക് സമയത്താണ് അവിടേക്ക് വരുന്നത്. അവിടെ ഇടപാടുകാരുടെ എണ്ണം കുറവായിരുന്നു. കത്തി കാണിച്ച അവിടെ ഭീഷണിപ്പെടുത്തുന്നു, ക്യാഷ് കൗണ്ടർ ചോദിക്കുന്നു, ജീവനക്കാരെ ടോയ്ലറ്റിൽ പൂട്ടിയിടുന്നു. ഇതെല്ലാം വളരെ പെട്ടെന്ന് കഴിയുന്നു എന്നതാണ്. അതിലുണ്ടായിരുന്ന 45 ലക്ഷത്തോളം രൂപ അതിലുണ്ടായിരുന്നതായി പറയുന്നുണ്ട്. ATM നിറക്കുന്നതിനും മറ്റുമായിട്ട് വന്നിരുന്ന പണം, അതിൽ തനിക്ക് പറ്റുന്ന 15 ലക്ഷമാണ് എടുത്തത്. മുഴുവൻ പണവും കൊണ്ടുപോയില്ല, ഒരു നിശ്ചിത അളവ് മാത്രം കൊണ്ടുപോകും. ഇതെല്ലാം പോലീസ് അത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരു അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിലാണ് ഇയാൾ പ്രവർത്തിച്ചത്. ഇതിൽ സ്വാഭാവികമായി ഇന്നലെ തന്നെ ഉയർന്നൊരു സംശയം ഉണ്ടായിരുന്നതിൽ ഇയാൾക്ക് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ളൊരു സഹായം കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്നലെ മധ്യമേഖല DIG ഹരീഷ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെ തുടക്കത്തിൽ പറയാൻ ഇതിൽ കഴിയില്ല, എങ്കിൽ കൂടിയും എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് വളരെ പെട്ടെന്ന് ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കം തന്നെയാണ്. അതുകൊണ്ട് ഇതിന് മുഴുവൻ സാധ്യതയും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം വലിയ രീതിയിൽ എറണാകുളം ജില്ലയിലും അടക്കം പുരോഗമിക്കുകയാണ്. വലിയ ഈ തൊഴിലാളി കേന്ദ്രങ്ങൾ ഇതെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പരിശോധനകൾ നടത്തുന്നുണ്ട്. റോഡിലെ ഒരു ചെക്കിംഗ്, അത്തരം കാര്യങ്ങൾ ഇതിൽ അർദ്ധരാത്രിയിലും എല്ലായിടത്തും തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും പ്രതിയിലേക്ക് വൈകാതെ എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. അതിനിടെ ഇതിനുവേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്. ആ രീതിയിലേക്കും ചർച്ചകൾ പോകുന്നുണ്ട്. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതലായും ഒരു അന്വേഷണം നടത്തുന്നത്. കാരണം അപ്പോഴേക്കും ഇയാളുടെ ഒരു വാർത്തയും കാര്യങ്ങളും എല്ലാം വന്നു. വലിയ പരിശോധനകളിലേക്കെല്ലാം തന്നെ റോഡും കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ നിയന്ത്രണങ്ങളിലേക്കും പരിശോധനകളിലേക്കും എല്ലാം വന്നതുകൊണ്ട് തന്നെ ജില്ലയിലേക്ക് എത്തിയതിനു ശേഷം ഇവിടെ നിന്ന് പുറത്തു പോകാനുള്ളൊരു സാധ്യതകൾ കുറവ് കാണുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ ഒരു സാധ്യതയിൽ നിന്നുകൊണ്ടാണ് ജില്ലയിൽ
കൂടുതൽ അന്വേഷണം നടത്തുന്നത്. എങ്കിൽ കൂടിയും അത് പുറത്തു കടക്കാനുള്ള സാധ്യതകൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറിൽ ഇതിന്റെ ഒരു കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രതി വൈകാതെ പിടിയിലാകും എന്ന് തന്നെയാണ് പകൽ നമുക്ക് ഇപ്പൊ ചേലേമ്പ്രയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബാങ്ക് കവർച്ച ചെയ്യുന്നത്. അത് രാത്രിയാണ്, പ്ലാനിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ സമയമെടുത്ത് രാത്രിയിലുള്ള ഒരു കവർച്ചയൊക്കെയാണ്. ഇതല്ല, ഇത് സത്യത്തിൽ നമ്മൾ സിനിമ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമ്മൾ തമിഴ് ബോളിവുഡ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ബാങ്ക് റോബറി എന്നൊക്കെ പറയുന്ന പോലെ ഇത്ര പെട്ടെന്ന്. അപ്പൊ അങ്ങനെയെങ്കിൽ വളരെ കൃത്യമായ ഒരു ആസൂത്രണം, അത് അവിടുത്തെ ഒരാളുടെ പിന്തുണ ഇല്ലാതെ എങ്ങനെ നടക്കും? അത് സ്വാഭാവികമായും ആ ഒരു സംശയം ബലപ്പെടുന്നില്ലേ? തീർച്ചയായും ശ്രീജ, കാരണം ആ രീതിയിൽ തന്നെയാണ് ഒരു സംശയം കാര്യമായിട്ടുള്ളത്. ഇത് പറഞ്ഞതുപോലെ വലിയ ആയുധങ്ങളൊന്നും അയാളുടെ കൈവശമില്ലായിരുന്നു. ഒരു കത്തിയായിരുന്നു ഉണ്ടായിരുന്നു, മറ്റു ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ ഒരു കത്തിമുനയിൽ എല്ലാവരും ഭയന്നു പോകുന്നു എന്നതാണ്. അങ്ങനെ മാറി നിൽക്കുന്നു. ഒപ്പം തന്നെയും അതിനകത്തേക്ക് കയറി വളരെ എളുപ്പത്തിൽ 2.5 മിനിറ്റ് സമയം കൊണ്ടാണ് ഇതെല്ലാം തന്നെ തീർത്ത് കടന്നു പോകുന്നത് എന്ന് പറയുന്നു. ക്യാഷ് കൗണ്ടറിൻ്റെ ഒരു ചില്ല് ആ ഭാഗം അത് ഇയാൾ അടിച്ച് തകർക്കുന്നു. എന്നിട്ട് വളരെ പെട്ടെന്ന് ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു എന്നതാണ്. കൃത്യമായ ഒരു പ്ലാനിങ് ഈ കാര്യത്തിലുണ്ട്. ആ പ്ലാനിങ്ങിൽ ആരൊക്കെ ഉണ്ട് എന്ന സംശയം പോലീസിന് വളരെ ബലപ്പെടുന്നുണ്ട്. ഇതിനകത്തെ ഒരു സാഹചര്യങ്ങൾ, ഒപ്പം ഈ തിരഞ്ഞെടുത്ത ഒരു സമയം എന്ന് പറയുന്നത്, അവിടേക്ക് എത്തിയ ഒരു സമയം കൃത്യമായ ആളുകൾ കുറവുള്ള ഒരു സമയമാണ്. അതിനകത്ത് അധികം പേരും തന്നെ ഇല്ലായിരുന്നു. വന്ന് പണമെടുത്ത് തിരിച്ചു പോകുന്നു എന്നതാണ്. ATM-ൽ കയറിയാൽ പോലും ഒരുപക്ഷെ നമുക്ക് ഈ 2.5 മിനിറ്റിൽ കൂടുതൽ സമയമൊക്കെ ചിലപ്പോൾ ചിലവഴിക്കേണ്ടി വന്നേക്കാം പണം എടുക്കാൻ പോകാം. പക്ഷെ അതുപോലും ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് 15 ലക്ഷം രൂപ കൊള്ളയടിക്കാൻ എടുത്തൊരു സമയം വളരെ പെട്ടെന്ന് ആസൂത്രിതമായിട്ട് തന്നെ തീർന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് എല്ലാവരും സംശയിക്കുന്നത്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്നതിൽ ഇയാൾക്ക് മാത്രമായിരുന്നോ പങ്കുണ്ടായിരുന്നത്? ഒപ്പം ഈ മുഴുവൻ പണവും ഏതായാലും എടുത്തില്ല, ആവശ്യമുള്ള പണം എടുത്ത് പോകുന്ന രീതിയാണ്. പോലീസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സംശയത്തോടെയാണ് കാണുന്നത്. കാരണം ഒരു മോഷ്ടാവ് അത് കൊള്ളയടിക്കാനായിട്ട് ഇതെല്ലാം തന്നെ എത്തുകയാണെങ്കിൽ ബാക്കി പണം ഉപേക്ഷിച്ച് പോകുന്ന ആ ശീലമൊന്നുമില്ല. ഉള്ളതെല്ലാം തന്നെ എടുത്തുകൊണ്ട് പോകുന്നതാണ് സാധാരണ രീതിയിൽ എല്ലാ മോഷണ സംഘങ്ങളും എല്ലാം തന്നെ അനുവർത്തിക്കുന്നത്. നമ്മൾക്ക് പരിചയമുള്ളതും എല്ലാം തന്നെ ഒന്നും കാണാത്ത രീതിയിലാണ് പിന്നീട് കൊണ്ടുപോകുന്നത്. പക്ഷേ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു പണം കൊണ്ടുപോയി എന്ന രീതിയിലാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് അത്തരം ഒരു സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഉള്ള ജീവനക്കാരുമായിട്ട് ഇതിന് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒരു സാധ്യതയും തള്ളുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. ഇക്കാര്യങ്ങളിൽ ഇതിനെ പുറത്തേക്ക് വന്നതിന് ശേഷം ഇയാൾ എവിടേക്ക് പോയി? ഇപ്പോൾ ഇത്ര സമയം കഴിഞ്ഞിരിക്കുന്നു, ഏതാണ്ട് 17-18 മണിക്കൂറോളം അതിന് ശേഷത്തിൽ എത്തുന്നു. ഇപ്പോഴും പോലീസിൻ്റെ കാണാമറയത്ത് തന്നെയാണ് എന്നൊരു വസ്തുതയും കൂടിയുണ്ട്. കാരണം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് പൊതുനിരത്തിലേക്കാണ് എത്തുന്നത്. വാഹനത്തെക്കുറിച്ച് വ്യക്തമായ ഇതുണ്ട്, ധാരണയുണ്ട് പോലീസിന്. അതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കടന്നുപോയ വഴി അടയാളപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ടും ഇയാളിലേക്ക് എത്തുന്നില്ല. പിന്നീട് ഇതെങ്ങോട്ട് പോയി എന്ന ഒരു ചോദ്യം ബാക്കിയാണ്. സിനിമയിൽ കാണുന്ന പോലെ ഡാനി അങ്ങനെ അപ്രത്യക്ഷനാവാനൊന്നും പറ്റില്ല, മാഞ്ഞു പോകാനും പറ്റില്ല. അപ്പൊ സ്വാഭാവികമായും അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ട്, അധികം ദൂരെ അല്ലാതെ എവിടെയെങ്കിലും ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘമൊക്കെ വരട്ടെ.